വലതുകാലിലെ മന്ത് ഇടതുകാലിലേക്ക് മാറ്റി തരൂ എന്ന് വരം ചോദിച്ച നാരായണ ഭ്രാന്തൻ്റെ നാട്. സ്വാഭാവികമായിട്ടും എന്താ പറയുക, ഇവിടെ ഭ്രാന്തുള്ള ആൾക്കാരാണെന്ന് വിവേകം പറഞ്ഞ ആ കഥ ഈ ഭ്രാന്തനുമായി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നിൽക്കുന്നുണ്ട്. നമ്മളിടനിർത്ത് വലത് വയ്ക്കും. 2020 പോലുള്ള ആൾക്കാരൊക്കെ ചെയ്തു വെച്ചതോ, അല്ലെങ്കിൽ ഇപ്പോൾ ആം ആദ്മി ആൾക്കാർ വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ BJP എന്ന് പറയുന്ന കാര്യങ്ങളോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികൾ, ഇപ്പോൾ കുറേ PPF അല്ലെങ്കിൽ V4 അങ്ങനെ കുറേ പ്രസ്ഥാനങ്ങളുണ്ട്. ഇതിൽ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ടുള്ള മാക്സിമം പരിപാടികളൊക്കെ ഓഫ് ചെയ്ത് വെച്ച് നമ്മൾ ഇടതും പലതും തന്നെ വെക്കണം എന്ന് നമുക്കൊരു തോന്നലുണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മളിതല്ലാത്തൊരു സാധനത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ മാറ്റത്തിനെ, അത് മനുഷ്യർക്ക് ബേസിക് ആയിട്ടുള്ള നമ്മുടെ സൈക്കോളജിക്കൽ പ്രശ്നമാണ്, ഈ മാറ്റത്തിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവരുടെ ഒരു കോൺഫിഡൻസ് എന്താണെന്നറിയോ, ഇവരെ ഇനി മാക്സിമം ഒരു മറ്റേ സമരം പ്രകടനം ബഹളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്തത് ഞങ്ങൾക്ക് തന്നെ കിട്ടും എന്ന് അറിയാൻ പറ്റുന്ന അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. അതായത് ഇവൻ എന്തോരം കട്ടാലും മറ്റവന് കിട്ടും, എന്തോരം കട്ടാലും ഇവന് കിട്ടും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തോരം വേണമെങ്കിൽ കക്കാം എന്നുള്ള മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ആകെ 1-2 സ്ഥലങ്ങളിൽ ഇപ്പോൾ BJPയുടെ ഒരു പ്രസൻസ് മാത്രമാണ് ഇപ്പോൾ അതിലൊരു കാര്യമായ മാറ്റം വന്നിട്ടുള്ളൂ. അല്ലാതെ ഇപ്പോൾ ബാക്കിയുള്ള ഉണ്ടായിരുന്ന പല സ്ഥലങ്ങളിലും അതൊക്കെ കുറയാണ് ചെയ്തിട്ടുള്ളത്. ആം ആദ്മി 2-3 അക്കൗണ്ടെങ്കിലും തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല തുടക്കമാവട്ടെ. അപ്പോൾ ചുരുക്കത്തിലൂടെ സംഭവിക്കുന്ന എന്താണെന്ന്, നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് എന്താ പറയുക, ഈ കോൺഗ്രസിന്റെ കാലത്ത് ഇവിടെ ലാസ്റ്റ് പാലാരിവട്ടം പാലം പ്രശ്നം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ നമ്മൾ മറന്നു. എല്ലാ പ്രശ്നവും നമ്മൾ മറന്നു. അതായത് ഏതാണ്ട് ഇനി കോൺഗ്രസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മളങ്ങ് തീരുമാനിച്ചു. ഇവിടെയാണ് ആ പ്രശ്നം വരുന്നത്. അതായത് നമുക്ക് ഒരു പുതിയ ഒരു ചേഞ്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ടുള്ള നമ്മുടെ പേടി ജനാധിപത്യത്തിലെ വലിയൊരു അടിമത്വമാണ്. ഇതൊരു അടിമത്വമാണ്, അതിലൊരു സംശയമില്ല. കാരണം ജനാധിപത്യത്തിൽ നമ്മളുടെ ഇങ്ങനെ ഒരാൾ വരുമ്പോൾ അയാളെ ട്രൈ ചെയ്ത് നോക്കണം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വരുന്നില്ല. നമ്മൾ വേണ്ട, വെറുതെ എന്തിനാ ഇവർക്ക് വോട്ട് ചെയ്യുന്നേ, നമുക്ക് ആ പഴയ സാധനം തന്നെ നമുക്ക് കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ ബേസിക്കായിട്ട് മനുഷ്യൻ്റെ ടെൻഡൻസിയിലുള്ളതാണ് പുതിയ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഭയങ്കര പ്രശ്നം ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഇത് ഒരു നല്ല ലക്ഷണമല്ല ജനാധിപത്യത്തിൽ. ഇതൊരു അടിമത്തമാണ് നമ്മൾ കാണിക്കുന്നത്. ജനാധിപത്യം ഇതല്ല. നമ്മൾ അവനെന്നെ കുത്തി, എന്തോ ഒരു കാലത്ത് കുത്തി, അതുകൊണ്ട് എല്ലാ കാലത്തും ഞാൻ കുത്തണം, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും മാത്രം എനിക്ക് കുത്താനുള്ളൂ എന്നല്ല. നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് മനുഷ്യർ വരുന്നുണ്ട്. സ്വതന്ത്രരായിട്ട് വരുന്ന മനുഷ്യരുണ്ട്, മറ്റ് പാർട്ടികളായിട്ട് വരുന്ന മനുഷ്യരുണ്ട്. ഇവരൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അവർ ഈ പറയുന്ന സംവിധാനത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. അത് നല്ലതോ മോശമോ ഒക്കെ ആയിരിക്കാം, പക്ഷേ വരുന്നുണ്ട്. ഈ വരുന്ന ആളുകളെ നമ്മൾ കാണുന്നില്ല എന്നുള്ളത് നമ്മുടെ മാത്രം കുറവാണ്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.